ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു രാവിലെ 5 മണി തൊട്ട് ഒരു 6:30 വരെയുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്കൊരു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് രാവിലെ കാപ്പിക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് അജ്മിയുടെ ഇടിയപ്പപ്പൊടിയാട്ടോ. ഇനി ഈ പൊടി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഉരുളിപ്പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. മറ്റ് ഓയിലുകളൊന്നും ഇതിന് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ 2 സ്പൂൺ കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തിളച്ച വെള്ളം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നമ്മുടെ ഈ പൊടിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിലെ പണികൾ തുടങ്ങിയതാട്ടോ. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇത്തിരി നേരത്തെ എണീറ്റ് ചെയ്തതാണ്. കാര്യം ഇടിയപ്പം നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാനൊരു ഇത്തിരി ബുദ്ധിമുട്ട്. അതാണ് ഞാൻ പലപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് എനിക്ക് മടിയാണ്. പക്ഷെ ഞാൻ എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറുമുണ്ട് കേട്ടോ. അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കൈ വെച്ച് കുഴയ്ക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. പക്ഷേ ഞാനിവിടെ അടുത്ത് തന്നെ ഒരു കപ്പിൽ നല്ല തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കൈ മുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളാതിരിക്കും കേട്ടോ. തന്നെയല്ല, ചൂട് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുമ്പം നമ്മുടെ കൈ ഒരുമാതിരി വെന്ത് പോണ പോലെ നമുക്ക് തോന്നുമല്ലോ. അപ്പം ഞാൻ ഇതേപോലെ ഇനി വെള്ളം ചെല്ലാത്ത സ്ഥലമാക്കി ഇതേപോലെ സ്പൂണിന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു നേരത്തെയൊക്കെ ഏറ്റാലും മാത്രമേ ഒരു 8:30 ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം തുമ്മിക്കുട്ടനെ ഒരുക്കി പറക്കി എല്ലാം ചെയ്തെടുക്കണമല്ലോ. അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ ഇഡ്ഡലിത്തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തേ. അതിനുശേഷം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഞാൻ ഓരോ ഇതായിട്ട് ചെറിയ ഇതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പം നമുക്ക് ഇതേപോലെ ചുറ്റിച്ച് നമുക്ക് ചാടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇടിയപ്പം നെച്ചോടെ നല്ലതായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു തട്ടിനുള്ള ഇടിയപ്പം എടുത്തിട്ടുണ്ട്. നമുക്കത് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഓരോ തട്ട് വെച്ചേ കൊടുക്കുകയുള്ളൂ. കാരണം നമ്മൾ അടിയിലത്തെ തട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും മുകളിലത്തെ തട്ട് കാരണം അടിയിലെ ഇടിയപ്പം ഇങ്ങനെ പതിഞ്ഞു പോകും. അത് കാരണം കൊണ്ട് ഞാൻ ഓരോ തട്ട്, അത് കാരണം കൊണ്ട് തന്നെ ഒത്തിരി സമയം എടുക്കും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പക്ഷേ എന്നാണേലും എല്ലാവർക്കും ഇഷ്ടമാണ് ഇടിയപ്പം. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്തത് ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത തട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അത് മൂടിയെടുക്കുക കേട്ടോ. പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതി നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുട്ടക്കറിക്കായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു. പക്ഷേ എൻ്റെ സ്പീഡ് കാരണം എണ്ണ ചൂടാകുന്നതിന് മുന്നേ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടാനായിട്ട് ഇത്തിരി താമസം വന്നു. അതിന് ശേഷം ഞാൻ തക്കാളി, സവോള എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു രീതി മുട്ടക്കറി ഉണ്ടാക്കുന്നതാണെങ്കിലും തുമ്മിക്കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൽ ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ആകെ നമ്മുടെ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ സമയമുള്ളപ്പോൾ ഇതിലേക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇന്ന് ഞാൻ അതും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ എളുപ്പപ്പണിയാണ് നോക്കിയത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുവോളം വരെ. അത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോൾ ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ നേരമാണ് ഇടിയപ്പം മുട്ടക്കറിയും കൂടെ കഴിച്ച് നോക്കുന്നത്. അപ്പോൾ ഞാനും തുമ്മിക്കുട്ടനും കൂടെ രാവിലെ ഇടിയപ്പം മുട്ടക്കറിയും കൂടെ കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആട്ടോ. അതേപോലെ എല്ലാവരും ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കി നോക്കണം. അതുപോലെ മുട്ടയിലാണെങ്കിൽ ഒരു തുള്ളി പഞ്ചസാരയും കൂടെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു തുള്ളി പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടിയപ്പമൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കയറി പോവാട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. വീടിൻ്റെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. അപ്പം തുമ്മിക്കുട്ടന് ഇന്ന് യൂണിഫോമാണ്, അവരുടെ യൂണിഫോമാണിത്. അപ്പം നമ്മളിവിടെ നിന്ന് നടന്ന് റോട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറെ സ്കൂൾ വണ്ടിയുണ്ട്, അതിന് നമുക്ക് കയറി പോകാം.
ഇപ്പോൾ ഇവിടെ കാപ്പിക്കുരുവൊക്കെ പഴുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും കളമൊക്കെ ഒരുക്കി കാപ്പിക്കുരുവൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കയറി പോവാം കേട്ടോ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ വെയിലും ഉണ്ട്. അപ്പം തുമ്മക്കൂട്ടിന് ചോറും ഒന്നും കൊണ്ടുപോകണ്ട, കാരണം അവിടെ സ്കൂളിൽ ചോറും കാപ്പിയും എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഞാൻ വഴിയരിയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന റോസയാട്ടോ. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് അവിടെ നോക്കും. അതേപോലെ തന്നെ എൻ്റെ ചീനി ഇതങ്ങ് ശരിയായില്ലായിരുന്നു. ചീനി എന്തോ മിട്ടിലൊക്കെ തിന്നിട്ട് പോയതാണ്. പിന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇതിൻ്റെ ചുവട്ടിൽ കയറി പോകുമ്പോഴോ വരുമ്പോഴോ ഒരു തവണയിലും കയറി നോക്കാത്ത ദിവസമില്ല. കാരണം അതൊന്ന് വലുതായി വരുന്നത് കാണാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷ. പിന്നെ ഇത് നമ്മുടെ പറമ്പ് കഴിഞ്ഞത് ഒരടുത്ത് വേറൊരു പറമ്പാട്ടോ. ഇത് ഏലത്തോട്ടമാണ്. പുതുതായിട്ട് ഏലം നട്ടു പിടിപ്പിച്ചേക്കുന്നതാണ്. ഇനി മുന്നേ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് കാണും, ഒരു പള്ളയായിട്ട് കാട് കയറിയ പോലെ ഇരുന്നൊരു സ്ഥലമാട്ടോ. ഇപ്പോൾ അവിടെ നല്ല രസമാട്ടോ അവിടെയും കാണാനായിട്ട്. രാവിലെ വെയിലും എല്ലാം കൂടെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ നടന്നു പോവാം. നമ്മൾ റോഡ് എത്താറായിട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു വീടുണ്ട്. ഈ വീടുണ്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു നിന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ നടന്നു പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ വന്നു ബസ് കാത്ത് നിൽക്കുക.